കർണാടക ബെല്ലാരി റെസിഡൻഷ്യൽ സ്കൂളിൽ സഹപാഠിയുടെ ആക്രമണത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. 8 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു ആക്രമണം. കുട്ടിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് വിവരം. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഉറങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ഒരു വിദ്യാർത്ഥി ആക്രമണം നടത്തി എന്നാണോ? ഇത് എന്താണ് സംഭവിച്ചത്? എങ്ങനെയായിരുന്നു ആക്രമണം? സ്മൃതി, ബെല്ലാരി ഗുരുകുൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഇന്നലെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ഗുരുകുൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഹോസ്റ്റലിൽ ഇന്നലെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ. അതിന്റെ 10 വിദ്യാർത്ഥികൾ ആ ഹോസ്റ്റലിൽ അത്താഴം കഴിഞ്ഞ ശേഷം ഉറങ്ങാൻ പോയതാണ്. അതിനിടയിലാണ് ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥി തന്നെ ഇവരുടെ സഹപാഠിയാണ് അവിടേക്ക് മയക്കുമരുന്നുമായി എത്തി ഇരുമ്പ് വടിയൊക്കെ ഉപയോഗിച്ച് ഗുരുതരമായി ആക്രമിക്കുകയായിരുന്നു. ഇവർ ഏതാണ്ട് 8 കുട്ടികളെയും ആക്രമിച്ചു. തലയ്ക്കടിച്ചും ഒപ്പം തന്നെ ശരീരത്താകമാനം മുറിവേൽപ്പിച്ചുമൊക്കെയാണ് ആക്രമണം നടത്തിയത്. ഗുരുതരമായ ആക്രമണത്തിൽ ഒരു കുട്ടി ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കർണാടക ബെല്ലാരി സ്വദേശിയായ കുട്ടിയാണ്. ഗുരുകുല വിദ്യാഭ്യാസമാണ് അവിടെ നടക്കുന്നത്. കാരണം രാവിലെ പഠിക്കുന്നു, അവിടെ തന്നെ ഹോസ്റ്റലിൽ തന്നെ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ആ കുട്ടികൾക്കാണ് ഇത്തരത്തിലേക്ക് ആക്രമണം. നേരത്തെയും ചില മാനസിക പ്രശ്നങ്ങൾ ഈ കുട്ടി പ്രകടിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം ഹോസ്റ്റൽ വാർഡൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. തടുക്കാനായിട്ട് ശ്രമം നടക്കുന്നു. ആ ഹോസ്റ്റൽ വാർഡനെയും ഈ കുട്ടി ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഈ കുട്ടിയെ അലട്ടിയിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മയക്കുമരുന്ന് ഉപയോഗിച്ച് നേരത്തെയും പലതരത്തിലുള്ള ആക്രമണങ്ങൾ സഹപാഠികൾക്കും അധ്യാപകർക്കും നേരെ നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത്. അതിനുശേഷം അവിടെ നിന്നും ഓടിക്കളയുകയായിരുന്നു. ഹോസ്റ്റൽ വാർഡനെ പിന്നെ നിന്ന് അടിച്ച് താഴെയിട്ടതിനു ശേഷം മറ്റൊരു സ്ഥലത്തുകൂടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ബെല്ലാരി പോലീസ് വിശദമായിട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പരിശോധിക്കുകയാണ്. ആക്രമണത്തിലേണ്ട 8 വിദ്യാർത്ഥികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 കുട്ടികളുടെ നില ഗുരുതരമാണെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. മരിച്ച കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉടൻ ബന്ധുക്കൾക്ക് കൈമാറും എന്നതാണ് ലഭ്യമാകുന്ന വിവരം. സ്മൃതി, YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. 8 വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്.